ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ നമ്മളിന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ കുഞ്ഞിനെ അംഗനവാടി ചേർത്തു. അംഗനവാടിയല്ല, പ്ലേ സ്കൂളും. അപ്പോഴത്തേക്കിന് തിങ്കളാഴ്ച തൊട്ട് പോകണം. അതിനുവേണ്ടി നമ്മൾ ബാഗും അവന് വേണ്ടി കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും നമുക്ക് പോകുന്ന വഴിക്കാണ്. സുട്ടു ടുട്ടു എവിടെ പോവാ? അവിടെ നോയിക്കേ. അംഗനവാടി സ്കൂളല്ല, അംഗനവാടിയിലല്ല, പ്ലേ സ്കൂള്. അംഗനവാടിയില്ല, ഇങ്ങോട്ട് നോക്കിക്കേ. എവിടെ പോവാ? എന്നാ വെച്ചാൻ പോവാ? ബായി വെള്ളക്കുപ്പി വെച്ചാൻ പോവാണോ ടുട്ടുമോൻ? എവിടെ പോവാനാ? അംഗനവാടി പോവാനാണോ? അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി ദേ പോവാണ്. ചിന്തു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പോകുന്നതിന്. അങ്ങനെ ദേ ബാഗും വെള്ളം കുപ്പിയും സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സും എല്ലാം മേടിക്കണം. അങ്ങനെ ഓരോന്നും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് മേടിക്കണം, ഇത് മേടിക്കണം, അംഗൻവാടി പോയിട്ട് അവിടെ ചേച്ചിമാരും ചേട്ടന്മാരുമായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാറയിൽ. അങ്ങനെ ദേ നമ്മൾ ഇവിടെ ഫെയർ ഗാർമെൻറ്റ്സിലെത്തി. ഇവിടെ ആകുമ്പം എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ച് കിട്ടും. സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. പല പല കട കയറി ഇറങ്ങേണ്ടയും കാര്യമില്ല. എല്ലാം ഒറ്റ സ്ഥലത്ത് തന്നെ കിട്ടും. ബാഗാണേലും ചെരുപ്പുകളാണേലും ഡ്രസ്സാണേലും പിന്നെന്താ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു കടയിൽ തന്നെ കിട്ടും. അങ്ങനെ ചേച്ചിൻ്റെ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഏതാ ടുട്ടു വേണ്ടിയേ? എന്ത് അതാണോ വേണ്ടിയേ? വേറെ ഒന്നും വേണ്ടേ? ഇത് മതിയോ? അത് മാത്രം മതിയോ? അതാണ് ഇഷ്ടപ്പെട്ടേ? അതാണോ വേണ്ടിയേ? അത് കുഞ്ഞു ബാഗല്ലേ, അതിനകത്ത് പൊന്നിൻ്റെ എല്ലാം വെക്കാൻ പറ്റത്തില്ല. ഉപ്പൂപ്പി ഒന്നും വെക്കാൻ ഇട കിട്ടത്തേക്കില്ല. അടുത്ത അതാണോ? അമ്മ പറഞ്ഞു ഈ വലിയ ബാഗ് എടുക്കാനാ. ഇതാണ് ഇഷ്ടപ്പെട്ടേ? എന്നാ വന്നിട്ട് ചാണ്ടോ? കാറേല് ഓ, കാറേൽ ഇതിട്ടിട്ടാണ് അംഗനവാടി പോകുന്നേ. ഓ, ഇതല്ലേ നല്ലത്, ഈ റെഡും ബ്ലൂവും. റെഡും ബ്ലൂ എടുക്കുക. ഇതാകുമ്പോ വലിയ ബാഗാ, സൂപ്പറാ. ഇത് കണ്ടോ? എന്ത്? ഏത്? പൂച്ചയുടെയാണ് ഇഷ്ടപ്പെട്ടെ? അതാണ് ഇഷ്ടപ്പെട്ടെ? അത് പെട്ടെന്ന് ചെളിയായി പോത്തില്ലേ? പോവല്ലോ. അതെ, കുഞ്ഞു ബാഗാണ്, അതിനകത്ത് ഒന്നും കയറത്തില്ല. പൊന്നിൻ്റെ ഉപ്പൂപ്പിയും എന്നാ ബിസ്ക്കറ്റ് കൊണ്ടുപോകുന്ന പാത്രം എല്ലാം കയറത്തില്ല അതിനകത്ത്. അതിൻ്റെ അടുത്ത അതാ. ഇത് നല്ലതല്ലേ ഈ റെഡ് ബാഗ്, ഈ റെഡും ബ്ലൂവും. ഇത് വെച്ചാ ഇത് രണ്ടെണ്ണം വെച്ചണ്ട, ഒരെണ്ണം വെച്ചാ മതി. ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ബാഗ് വെക്ക. ഏറ്റവും ഇവിടെ വെച്ച് നിലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്ന്? ഇതിനകത്ത് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട? എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട, എല്ലാം മേടിച്ചോളെ. എന്നാ അതല്ല, ചോറ് കൂട്ടുക ഉച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ കൊടുത്തു. അങ്ങനെ ബാഗെല്ലാം മേടിച്ച് കഴിഞ്ഞ് പപ്പ കുറച്ച് ടീഷർട്ടൊക്കെ ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം അപ്പായെ നോക്കി നിൽക്കുന്ന നിപ്പാണിത്. അപ്പ എവിടെ പോയി? അപ്പ പോയി. അപ്പ ടാറ്റ പോയി, ടുട്ടുവിനെ കൊണ്ടുപോകാതെ. അപ്പ അവിടെ ഇട്ട് നോക്കാൻ പോയില്ലേ ഉപ്പൂപ്പി? അത് അപ്പ ഇട്ടിട്ട് വരും. അപ്പ വന്നോളൂ ഒന്ന്. ബാഗ് മേച്ചോ? ഹാപ്പി ആയോ? സന്തോഷായോ? വീട്ടിലോട്ട് പോവാണ്.
അങ്ങനെ ദേ നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ അങ്ങോട്ടൊരു 11 ആയപ്പോഴത്തേക്കിന് പോയതാണ്. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും 3 മണി 3:30 കഴിഞ്ഞായിരുന്നു. ബാഗും വാട്ടർ ബോട്ടിലും സ്നാക്ക് ബോക്സും ഒക്കെ മേടിച്ചതിൻ്റെ സന്തോഷത്തിൽ ചിൻറ്റുവാണെങ്കിൽ പുറകെ തന്നെ ഇരിക്കുന്നു, ഫ്രണ്ടിലോട്ട് വരുന്നില്ല, അവിടെ തന്നെയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടി എന്തോ ആണ് കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ചിൻറ്റുവിന് മേടിച്ച സാധനങ്ങളും പിന്നെ നമ്മൾ വീട്ടിലോട്ട് കുറച്ച് ബെഡ്ഷീറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതെ, ഇതാണ് ചിൻറ്റുവിന് മേടിച്ച ബാഗ്. അപ്പം സ്പൈഡർമാൻ്റെ ബാഗ്, സ്കൂബിയുടെ ബാഗാണ് മേടിച്ചത്. പുള്ളിക്ക് വേറൊരു ബാഗായിരുന്നു ഇഷ്ടപ്പെട്ടത്, അത് വീഡിയോയിലുണ്ട്. പക്ഷെ അത് തീരെ കുഞ്ഞു ബാഗ്, അതിനകത്ത് ഒന്നും കൊള്ളത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വലിയ ബാഗ് മേടിച്ചു. ഇതിന് 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം കൊള്ളും. പിന്നെ ഇത് സ്നാക്ക് ബോക്സ്. ഇതിൻ്റെ ഉള്ളിൽ ഇതാ വേറെ ഒരു കുഞ്ഞു ബോക്സ് കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു ഫോർക്ക് കൂടെ വരുന്നുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ നമ്മളൊരു സ്പൂണ് ഫോർക്ക് കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്നാക്ക് ബോക്സ്. പിന്നെ മേടിച്ചത് ലഞ്ച് ബോക്സ്. ലഞ്ച് ബോക്സ് മേടിച്ചത് സ്റ്റീലിൻ്റെ ആണ്. അപ്പം ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നം വരത്തില്ലല്ലോ എന്നോർത്ത്. ഇതിൻ്റെ ഉള്ളിൽ കറിയൊക്കെ വെക്കാൻ വേണ്ടി കുഞ്ഞൊരു ഇതുണ്ട്. കണ്ടു, ഞാൻ അടച്ചു. പിന്നെ വാട്ടർ ബോട്ടിൽ. ഇത് മറ്റേ ഇത് വരുന്നതാണ്, സ്ട്രോ, ഉള്ളിൽ സ്ട്രോ ഉള്ള ടൈപ്പ് വാട്ടർ ബോട്ടിലാണ്. അധികം ഇതെല്ലാം പുള്ളിയുടെ ഇഷ്ടപ്രകാരം കളറെല്ലാം പുള്ളി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആരുമല്ല. അവൻ്റെ ഇഷ്ടപ്പെട്ട കളർ അവൻ തന്നെ നോക്കി സെലക്ട് ചെയ്തതാണ്. പിന്നെ ചുമ്മാ 2-3 ഡ്രോയിങ് ബുക്ക് മേടിച്ചു. പിന്നെ കളറിങ് ബുക്ക്. ഇതേ പുള്ളി വന്നപ്പം തന്നെ കുറേ ഇവിടെയെല്ലാം കുത്തി വരച്ചിട്ടിട്ടുണ്ട്. ഇത് ആനിമൽസിൻ്റെയാണ്. പിന്നെ ഇത് നമ്പേഴ്സ്. ചിൻറ്റുവിന് പിന്നെ കുറച്ച് കളർ പെൻസിലൊക്കെ മേടിച്ചു. അത് ഓൾറെഡി അതാണ്ട പുള്ളി ഓൾറെഡി ഇത് പൊട്ടിച്ചെടുത്തായിരുന്നു. എടുത്ത് എല്ലാവരും കാണിക്കുകയെല്ലാം ചെയ്തു. ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമായിട്ടാണല്ലോ ബാഗൊക്കെ കിട്ടുന്നത്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇതാണ് ചിൻറ്റുവിന് മേടിച്ച ബാഗ് സാധനങ്ങളൊക്കെ. പിന്നെ ഇതൊരു ഷീറ്റ് പോലെ ഒരു ടർക്കി പോലെ. ഇത് നമുക്കവിടെ പ്ലേ സ്കൂളിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇതിൽ കിടന്നാണ് ഉറങ്ങുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടർക്കി മേടിച്ചത്. ഇത് അകത്ത് ഇച്ചിരി സ്പോഞ്ച് ഉള്ളതാണ്. അപ്പം ദേഹം ഒന്ന് മേനെടുക്കത്തില്ല, ഇച്ചിരി കട്ടിയുണ്ട് ഇതിന്. പിന്നെ അച്ചാച്ചൻ 2-3 ടീഷർട്ട് മേടിച്ചു വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ 3 ടീഷർട്ട് മേടിച്ചു. പിന്നെ ഇത് നമ്മൾ പുതപ്പ് വീട്ടിലോട്ട് മേടിച്ച വേറെ ഒരു പുതപ്പ് കൂടെ മേടിച്ചു. 2 പുതപ്പ് മേടിച്ചു. പിന്നെ 2 ബെഡ്ഷീറ്റ്, നമ്മുടെ ഫാമിലി കോട്ടിന് പറ്റുന്ന 2 ബെഡ്ഷീറ്റ് മേടിച്ചു. പിന്നെ എന്താ ഒരു ടവലിൻ്റെ ഒരു സെറ്റ് മേടിച്ചു. ഇത്രയാണ് അപ്പം നമ്മൾ മേടിച്ചത്. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.